ബാല, നീ ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ട് കാര്യമില്ല. നീ പോടാ മടയാ. ഇന്ന് 9, വെളുക്കുന്നത് 10. പണം കൊണ്ടുവരാനും പറഞ്ഞു പോയ അവളെയും കാണുന്നില്ലല്ലോ. കിട്ടിയോ? കിട്ടി. കൊണ്ടു. നീയേ പുസ്തകല്ല വേണ്ട. എന്താണ് ഇത്? പാല്. പാലോ? പാല് കൊണ്ടുവരുന്ന ലക്ഷണമാണ് ഇത്. വിഷം കൊണ്ട് വരുന്നല്ലേ നീ ഇത് കൊണ്ടുവരുന്നത്? ഹോട്ടലിലെ സെർവർമാർ കൂടി ഇതിനെ കണ്ടി സന്തോഷമായിട്ടും മര്യാദയായിട്ടും കൊണ്ടുവരുമല്ലോ. എന്തോന്ന് ഞാൻ? ഇത് എനിക്ക് വിഷം തന്നെ താടി. ചിരിച്ച് സന്തോഷമായിട്ട് താ. ഇത് എപ്പോഴും മുറിക്കകത്ത് വന്ന് കയറിയാലും ആളെ കണ്ട് കുടിച്ചോല്ലോ മുഖവും മൂന്ന് വെച്ചോണ്ട് വന്നാ നോക്ക്. മേലാലി മുറിക്കകത്ത് നീ വരുന്നെങ്കിൽ സന്തോഷമായിട്ട് വന്നാ മതി. അല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം ഞാൻ വീട്ടിൽ പോകും. അയ്യോ, നിൽക്കണം. അവിടെ ഇരിക്കണം. ഇത്ര കോപിക്കാൻ ഇവിടെ എന്ത് സംഭവിച്ചു? അഥവാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴുതേ, അങ്ങനെയല്ലടി, ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യുമല്ലോ. നോക്കണം, ഇതാ അവിടുന്ന് ഈ വീട് വിട്ടു പോയാൽ പിന്നെ ഞാനിവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഇതിനു മുമ്പ് നീ ഇങ്ങനെ സംസാരിക്കുകയോ സന്തോഷമായിട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ പിന്നെ എനിക്ക് ദേഷ്യം വന്നത്. ഇപ്പൊ എന്ത് സന്തോഷം. എന്ത് പാലുടി, പാലുടി, എനിക്ക് പാലുടി. അയ്യോ, ഇന്ന് വിശ്രമമാണെന്ന് തോന്നണല്ലോ. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ എത്ര കാലമായി കണ്ടിട്ട്. ഞാനോ? ഇതിലൂടെ വന്നു. അത് കൊള്ളാം. ഞാൻ ആരെന്നോ? 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് പണം മുടക്കി, ഒന്നിച്ച് കോൺട്രാക്ട് എടുത്ത്, ഒന്നിച്ച് കള്ളത്തരം ചെയ്ത്, ഒന്നിച്ച് ചൂട് കഴിച്ച്, ഒന്നിച്ച് കിടന്ന് ഉറങ്ങിയതൊക്കെ മറന്നു പോയെന്ന് വന്നാൽ. മറന്നോ മറന്നില്ലയോ? താനിപ്പോ ഇങ്ങോട്ട് എന്തിനു എഴുന്നള്ളി? നിങ്ങൾക്ക് എന്താ ഇത്ര കോപം? കോപമോ? ഞാൻ ഏത് അവസ്ഥയിലാണ് ഇവിടെ ഇരുന്നിരുന്നതെന്ന് എനിക്കറിയോ? ഏത് പരുവത്തിലാണ് ഞാൻ ഇവിടെ ഇരുന്നിരുന്നത് എനിക്കറിയോ? നമുക്കൊക്കെ ഇനി എന്തോന്ന അവസ്ഥ കരുണാകരനായരെ. ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല. എന്റെ മകനെ ഒരു വിവാഹം ആലോചിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. ആരെ? വേഗം പറഞ്ഞു തൊലയ്ക്കൂ. നിങ്ങളുടെ ഇളയ സഹോദരിയെ. എന്റെ സഹോദരിയോ? നിങ്ങളുടെ മകനോ? സദാ കള്ളും കുടിച്ച് ഓടയിലും റോഡിലും കിടക്കുന്നതല്ലേ നിങ്ങളുടെ മകൻ? ഓഹോ, അവനെ എനിക്കറിയാം. 1-2 പ്രാവശ്യം എന്റെ കാറിന്റെ മുമ്പിൽ വന്ന് വീണിട്ടുണ്ട്. അവന്റെ പ്രായം അതല്ലയോ കരുണാകരനായരെ. നമ്മളും നമ്മുടെ ചെറുപ്പകാലത്ത് കുറെ കുടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തവരല്ലേ. പിന്നെ എന്തായി? കല്യാണം കഴിഞ്ഞപ്പോ മകളൊരു പഠിച്ചു. അതുപോലെ അവനും പഠിച്ചോളും. അവൻ പഠിക്കുന്ന പോട്ടെ, നിങ്ങളെന്നാ മകതിൽ പഠിക്കുന്നേ? ഞാനും നിങ്ങളും ഒക്കെ ഇനി അത് പഠിച്ചിട്ട് എന്ത് പ്രയോജനം കരുണാകരനായരെ? പ്രയോജനമോ? ഇത്രയും വലിയ വീട്ടില് ഇത്രയും അധികം കോണിപ്പേട് കയറി ഈ ബെഡ്റൂമിനകത്ത് താൻ കയറി വന്നല്ലോ. തുറന്നു കിടക്കുന്ന വീട്ടിൽ പട്ടി ഞൊഴഞ്ഞു കയറുന്ന പോലെ തനിക്ക് പാകത്തിന് കൊണ്ടോളൂ. നമ്മൾ രണ്ടുപേരും ഒരേ ബെഡ്റൂമിൽ ഒന്നിച്ച് കിടന്നിട്ടുണ്ട്. എടോ കരുണാകരനായരെ, ഞാനും തന്നെ പോലെ ഒരു പണക്കാരൻ തന്നെ. അത് മനസ്സിൽ കരുതിക്കാം. തന്റെ പണം എനിക്ക് ഇത്ര വേണോ?